ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നാണ് ആ ദിവസം വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്നലെ മുതൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും സ്റ്റോറിയിലൊക്കെ ആയിട്ട് നമ്മുടെ ഇൻഫിനിറ്റിയുടെ പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കാൻ പോകുന്നതിൻ്റെ പല കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇന്നാണ് ആ ദിവസം വന്നിരിക്കുന്നത്. ഇത് 29-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മിനിറ്റ് കോള് പറ. മുതലാളി അവിടെ നിന്ന് വിളിച്ചാണ്. മുതലാളി എത്ര മണിക്ക് എത്ര എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. അപ്പോൾ എല്ലാം ഓൾ സെറ്റായിട്ടുണ്ട്, എല്ലാ പരിപാടിയും സെറ്റായിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ സൗദിൻ്റെയൊക്കെ ഞാൻ ഷർട്ട് എടുത്ത് പോലെ ഷർട്ടിൻ്റെ കറക്റ്റ് സൈസായില്ല. അത് സൈസായില്ല. അത് കാരണം ഇനിയിപ്പം അത് പോയി മാറണം. ബൊക്ക വാങ്ങിക്കണം. ബൊക്ക വാങ്ങിച്ചിട്ട് തിരിച്ച് വരണം. അപ്പോൾ ഞാൻ പോയി എന്തെങ്കിലും ബൊക്ക വാങ്ങിച്ചിട്ട് തിരിച്ച് വരട്ടെ. വെസ്റ്റ് സൈഡിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ പറ്റും നോക്കിയിട്ട് വരട്ടെ. നമ്മൾ വരുന്ന ഗസ്റ്റിനോട് ഫ്ലവറല്ലേ എന്തിനോ പറ്റിയത് ബൊക്കെ ഈ സ്ഥലം അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്കാണെങ്കിൽ ഇതുവരെ എൻ്റെ കോസ്റ്റ്യൂം സെറ്റ് ആയിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ. വെസ്റ്റ് സൈഡിൽ പോയിട്ടൊരു തേങ്ങയില്ല ഒരു അവിടെ പോയിട്ടൊരു തേങ്ങയില്ല. ദേഷ്യം തന്നെ. വെസ്റ്റ് സൈഡിൽ പോയിട്ടൊരു തേങ്ങയില്ല. അവിടെ നിന്ന് കിട്ടാണ്ട് ഒരു സാധനവും ഇല്ല. അവിടെ ഒരു സാധനം ഒന്നുമില്ല. ആമ്പിളർക്ക് ഒരു സാധനം ഇല്ല. പെമ്പിളർക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആമ്പിളർക്ക് തേങ്ങയില്ല. ഇനിയിപ്പോൾ അടുത്ത് ഇവിടെ പോകണമെങ്കിൽ സ്റ്റുഡിയോയിലെ ആക്ച്വലി എവിടെയും കയറി നോക്കിയിട്ട് ഷർട്ട് എടുക്കണം. ഷർട്ട് കിട്ടിയാൽ മതിയാണ്. എന്ത് ചെയ്യാം. ഇപ്പോൾ എന്തായാലും റെഡിയാവട്ടെ. റെഡിയാക്കുന്നുണ്ട്. റെഡിയായി സെറ്റായി നമുക്ക് വരെ പോകാം. സൈഡ് എന്ത് ദുരന്തമാണോ എന്തോ. ബൊക്കയൊക്കെ വാങ്ങിച്ചാൽ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ വേറെ ടീം വന്നിട്ടുണ്ട്. അല്ലേ പോണു ജെറ്റ് എയർവേസ് കണക്ക് പറഞ്ഞാൽ പോകണമെങ്കിൽ അതാണ് ഇന്നത്തെ MCB അല്ലേ കേട്ടോ. ഇന്നത്തെ MC ഇതാണ്, ആര്യാണ്. അപ്പം ഞാൻ ഇന്നലെ പെട്ടെന്ന് ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് സെറ്റായതാണ് അവൾ. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ സെറ്റാക്കി റെഡിയാക്കി. അവർക്ക് ഓപ്പർച്യൂണിറ്റി സെറ്റാക്കട്ടെ. അവൾ ആലപ്പുഴ ബീച്ചിൽ ന്യൂ ഇയർ പരിപാടിയൊക്കെ ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് വിളിക്കാൻ തോന്നി. അപ്പം അങ്ങനെ സെറ്റ് ചെയ്തതാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഏറ്റവും വലിയ എടാ നിർത്തടാ ഞാൻ പോടാ. എൻ്റെ വണ്ടി വന്നു. ഞാൻ പോയി ഡ്രസ്സ് മാറിട്ടൊക്കെ വരട്ടെ. ഓക്കെ ഞാൻ പോയി ഡ്രസ്സ് മാറിട്ടെ. ആരും ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ എന്തൊക്കെയാ അവക്കുള്ള എടാ താക്കാവിടെ തന്നെ വെച്ചിട്ട് അവക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റായോ എന്തോ. ഞങ്ങൾ ആങ്കറിനെ തട്ടിയെടുക്കരുത്. നീ എല്ലാം സെറ്റ് ചെയ്തില്ലേ? പിന്നെ മിന്നിച്ചേക്കണം അല്ലേ? എന്റെയാ അഭിപ്രായം ചോദിച്ചോ നീ വേണമെങ്കിൽ ഇവിടെടുത്ത്. നോ ദിസ് ഈസ് മൈ പ്രോപ്പർട്ടി. തകർക്കണം അല്ലേ? വേറൊന്നുമല്ല, മുതലാളി വരുന്നത് നിനക്കറിയാലോ. മുതലാളി വരുന്നതാണ്. അപ്പം മുതലാളി വരുമ്പോഴത്തേക്ക് നീ അതേ കണക്കിന് മുതലാളി അടിച്ചടിച്ച് നിന്നേക്കണം. അച്ഛാ ആരും പറയരുത് അണഞ്ഞു പോയിന്നൊരു സാധനം പറയരുത്. വായടക്കാൻ പറയുന്നവരെ ഞാൻ മിണ്ടിക്കൊണ്ടു. വായടക്കാൻ പറയത്തില്ല. അതിന്റെ അത് കാണിക്കും. അത് കൊള്ളാം കേട്ടോ. എനിക്ക് ഇല്ല ഞാൻ എന്നെ മോൻ കാണിക്കണ്ടേ. ഞാൻ മോൻ കാണിക്കാത്തുള്ളൂ. ഇവിടെ എന്നെ മുഖം കാണിക്കല്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഇനിയിപ്പം ഇവളിവിടെ ഏകദേശം സെറ്റ് ആയിക്കൊണ്ട് ഇവളിനിപ്പോൾ റെഡിയാവുന്ന സമയത്ത് ഞാൻ പോയി ഒന്നത്തെ കാര്യം രാവിലെ ഒരു പപ്സ് ഒരു ലൈവും കുടിച്ച് മാത്രമാണ് ഞാൻ. വേറെ ഒന്നും കഴിച്ചില്ല. കഴിക്കാൻ സമയം കിട്ടുന്നില്ല. ഇനിയും ബിരിയാണി കഴിച്ചു. ചിക്കൻ ബിരിയാണി ഞാൻ പറഞ്ഞല്ലോ ഊണ് കഴിക്കാൻ ഒരുമിച്ച് കഴിക്കാൻ. പക്ഷെ എനിക്ക് ഞാനില്ലാണ്ട് ഇനി ഞാൻ എന്തെങ്കിലും വൈറ്റിലെ വെസ്റ്റ് സൈഡിൽ പോയിട്ട് അവിടെ നിന്ന് ഷർട്ട് എന്തെങ്കിലും തൂക്കിയിട്ട് വേണം പോയി റെഡി ആയിട്ട് വരാനായിട്ട്. എന്തായാലും ഞാൻ പോട്ടെ. നിനക്കെല്ലാം ഓക്കെ അല്ലേ? ഞാൻ പോട്ടെ. ഞാൻ പോയിട്ട് വരാം. ഞാൻ പോയി റെഡി ആയിട്ട് വരട്ടെ. ഞാനങ്ങ് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. വൈറ്റ് ഷെയ്ഡിനകത്തൊരു ഇത് വരുന്നത് കറക്റ്റ് ഫിറ്റാണ് എനിക്ക്. പക്ഷേ കറക്റ്റ് ഫിറ്റ് അല്ലല്ലോ എനിക്ക് വേണം. കുറച്ചൊരു ഇതായിട്ടുള്ള ഫിറ്റ് വേണമെന്ന്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. അയ്യോ അവിടെ ആള് വരവ് എന്താണെന്ന് എനിക്കറിയാൻ മേല. ഞാനിപ്പോൾ എന്തായാലും റൂമിൽ വന്ന് റെഡിയായി. ഞാൻ എന്തായാലും വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. ഔട്ട്ഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. രണ്ട് മുതലാളിമാർ നിൽക്കുന്നു. നിങ്ങൾ ഹിഡൻ മുതലാളിയാണെന്ന് നമുക്കറിയാം. ഏട്ടാ ജീവ എന്നാ ഇത് ഹിഡൻ മുതലാളിയാ. പാട്ടാണ് മറ്റേ പിൻഗാമി. പരിന്ന് നടത്തണമെന്നല്ല, എല്ലാം സന്തോഷമായിട്ടാണ് ഫണ്ടൊക്കെ ഇറക്കിയത് നമുക്കറിയാം. ബിനാമിയാണ്. കണ്ട കടയായിട്ടൊരു ബന്ധു രണ്ടുകൂടെ മാറി കാണണ്ട. ആൾക്കാരെ വരുമ്പോഴത്തേക്കും മനസ്സിലാക്കരുത്. എന്താണ് നിമിഷം നേരം കൊണ്ട് ഫോൺ. രണ്ട് മുതലാളിമാരാണ് ഈ നടത്താൻ പോണ കാര്യങ്ങൾ. എന്താണ് ഈ നിമിഷത്തിൽ നിനക്ക് പറയാൻ? സന്തോഷന്റെ കട തുടങ്ങുന്നതുകൊണ്ട് എന്നെ വിളിക്കാം. അതന്നെ സന്തോഷന്റെ കടയാണല്ലോ ഒരു ഭാഗം. സന്തോഷന്റെ ഇത് ഒന്നും ഇല്ലെന്നും പറഞ്ഞൊക്കെ നിൽക്കുമെന്നുണ്ടെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങൾ സന്തോഷന്റെയാണ്.
പനിയാണോ? ശ്യാം എന്തരാ? മാനേജർ ശ്യാം ഇവിടെ 2 ഗ്ലാസ് പിടിച്ചിട്ട് ഒരാളെ നിൽക്കുന്നത്. ലാലേട്ടാ 2 ഗ്ലാസ് എന്തിനാ? ഒരെണ്ണം വലത് കൈക്ക് പറഞ്ഞ ഇടത്തെ കൈക്കാണ്. 2 ഗ്ലാസ് ഒക്കെ കയ്യില് അവിടെ. അത് വരുമ്പോ ഞാൻ പൊക്കോളാം. 2 ഗ്ലാസ് ഒക്കെ 2 ഗ്ലാസ് ഒരെണ്ണം ഈ കൈക്കും ഒരെണ്ണം മറ്റേ കൈക്കും അല്ലേ? 2 കൈക്കും വേണമെന്നാണ് അവന്റെ ഒരു ഇത് ലോജിക്ക്. കഷ്ടപ്പെട്ട് നിങ്ങൾ കഷ്ടപ്പെടണം. ഇത് നിങ്ങളുടെ പപ്പയുടെ കടയല്ലേ? സന്തോഷന്റെ ബിനാമിയുടെ പാട്ടുള്ള കടയാണ്. പിന്നെ അല്ലേ അവന്മാര് പണിയെടുക്കണ്ടേ? സന്തോഷന്റെ സ്റ്റാഫ് അല്ലേ കാക്കെ? സത്യല്ലേ? കാക്കയ്ക്ക് നാണ്. കാർത്തി ഉടനെ എത്തും പറഞ്ഞിട്ടുണ്ട്. 5 മണി പറഞ്ഞപ്പോ ഒരു 5:05 ആയതല്ലേ, എന്നാലും ഉടനെ എത്തും. ചെറിയൊരു ബ്ലോക്ക് വൈറ്റ് ലൈൻ ഇങ്ങനെ വന്നിട്ട് ആൾക്കാർ നമ്മൾ പ്രതീക്ഷിച്ച പോലില്ലായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. കൊള്ളരെ വെച്ച് പൊലിപ്പിച്ചെടുക്കാം. എന്നാലും ഉടനെ എത്തും. വെയിറ്റ് ഫോർ ഇറ്റ്. 60 സ്ഥലങ്ങളിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ. അപ്പൊ അതിന് കോസ്റ്റ്യൂം ചെയ്ത് തന്നവരായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങളുടെ മഴവിൽ മനോരമയിലെ കംപ്ലീറ്റ് ഞങ്ങളുടെ കോസ്റ്റ്യൂംസും ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അത് മാത്രമല്ല, കാസർഗോഡ് നിന്നാണ് ഇവര് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും ഫാഷനബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. അപ്പോ കാസർഗോഡുകാർക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. കാരണം നിങ്ങളുടെ ഫാഷൻ ഇനി എറണാകുളത്തും എത്തിയിരിക്കുകയാണ്. വെരി ട്രെൻഡിയാ. അതോ റേറ്റ് നോക്കട്ടെ. ഇത് 2750. അത് സെയിൽസ് ആണല്ല. അത് ആക്ച്വലി നമ്മള് സെലിബ്രിറ്റീസ് ഒക്കെ വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ സാമ്പിൾസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യും. അവര് വേണ്ട പർച്ചേസ് ചെയ്ത് നമ്മൾ തിരിച്ചു വരും. സ്റ്റോക്ക് ആണ് അതെല്ലാം. അപ്പൊ നമുക്കിപ്പോ അത്യാവശ്യത്തിന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബാഗ് ഉണ്ടായിരിക്കും അവിടെ വരും. നിയർ ബൈ എന്ത് വേണം? എല്ലാം വെറൈറ്റി ആയിട്ട് എല്ലാം സിംഗിൾ പീസ് ഉള്ളതെന്ന് തോന്നുന്നു. സിംഗിൾ പീസ് ഉള്ളല്ലേ? ഞാൻ പറഞ്ഞു പറഞ്ഞ അത് അടുത്ത ദിവസം മഴവില്ലേ വരും. ഇതൊക്കെ അങ്ങോട്ട് വെറൈറ്റി. പക്ഷേ നൂഡിൽസ് ശ്യാമേ മാനേജറെ ഞാനത് അറിയില്ലല്ലോ എന്താണെന്ന് പറയാൻ അറിയില്ല. മഴവിലെ സന്തോഷ് ബ്രോ ആണ് എനിക്ക് ഇവരെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ചലഞ്ചറാണ്. പുള്ളി കാസർഗോഡിൻ ഷോപ്പില്ലേ ഓണറാണ്. അത് പുള്ളി അങ്ങനെ മോല ഇനാഗ്രേഷൻ കഴിഞ്ഞ് പോയാണ്. പിയാന വായിക്കുന്നതിനില്ലേ, അവനെ പണ്ട് എവിടെയും കണ്ട് പരിചയമുണ്ടോ? ഞാൻ പണ്ട് അമൃതയില് ഗസ്റ്റ് ആയിട്ട് അവിടെ പിയാന വായിച്ച് ഇവനായിരുന്നു വർഷയുടെ പാട്ടിന്. സീരിയസ്ലി നല്ല പരിചയമുള്ള മുഖം കണ്ട്. അന്ന് വേറെ ലുക്ക്, ഇപ്പൊ വേറെ ലുക്ക്. അന്ന് പട്ടി അടിച്ചിട്ടുണ്ട്, ഇപ്പൊ മുടി വളർത്തി. എന്ത് ചെയ്യാനാ? പിള്ളേരൊക്കെ വളർന്നു പോകുന്നത് ഓരോ ദിവസം ഓരോ ചേഞ്ച് ആവുന്നുണ്ട്. ഞാൻ ഒരു മാറ്റം ഉണ്ടെങ്കിൽ നിൽക്കണത്. എന്റെ പ്രശ്നമാണ്. 20 ആൾ കുറയാൻ കാരണം 20 ആൾ കുറയാനാ. വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരണം.
ഞാൻ അവിടുന്ന് പുഴുങ്ങുക എന്നുവെച്ചാൽ നമ്മളൊരു സാധനം പറയുമ്പോ ആരും കുറച്ചുകൂടി മെച്ചൂർ ആൾക്കാരുണ്ട് അവിടെയാണെങ്കിൽ പിള്ളേരാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ആലപ്പുഴ തമ്മിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ വന്നില്ല കാസർഗോഡ് ആലപ്പുഴ തമ്മിൽ ഇന്ന് മിക്കവരുടെ തല്ല് കൊല്ലും കൊലപാതകം ഉറപ്പാണ്. വേറെ ഒന്നുമല്ല, പനമ്പള്ളി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ള പലരുടെ വരുമ്പോഴത്തേക്കും ആൾ വരുന്ന സംഭവം ഭയങ്കര കുറവാണ്. അതുകൊണ്ട് അത്രയും ഓവർ ക്രൗഡ് ഉണ്ട്. പക്ഷേ വേറെ ഏതെങ്കിലും ഏരിയ ആയിരുന്നെങ്കിൽ ഈ ഒരു ടൈം ആയിരുന്നെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് ആൾ വന്നേനെ, ഇതിൻ്റെ അപ്പുറം ലെവലിൽ ആൾ വന്നേനെ, അത് ഉറപ്പായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കാര്യമില്ല, പറഞ്ഞ കാര്യമില്ല. നമുക്കുള്ള ക്രൗഡ് ഉണ്ടായിരുന്നു, ഉള്ള ക്രൗഡ് വെച്ച് അവിടെ മാനേജ് ചെയ്ത് സെറ്റാക്കി നന്നായിട്ട് പോയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഒരു ചായ കുടിക്കട്ടെ, ചായ കുടിച്ചാൽ സെറ്റ് ആവത്തുള്ളൂ. അങ്ങനെ പരിപാടിയിലെല്ലാം കഴിഞ്ഞ് റെസ്റ്റിലാണ്. വരൂ മെല്ലി, എങ്ങനെയുണ്ടായിരുന്നു മെല്ലി? എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഞാൻ എന്ന് വെച്ചാൽ ഇതിനു മുമ്പും കുറേ സ്റ്റേജിലൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ കയറിയപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായിരുന്നു. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ വിറക്കും. ഞാനിങ്ങനെ വിറച്ച സംസാരിക്കുന്നത്, ഞാൻ മാക്സിമം അത് ഹോൾഡ് ചെയ്ത്, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. കാർത്തിക് സൂര്യ വരുന്നുണ്ടോയെന്ന് പറഞ്ഞോളാന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റി, എനിക്ക് ഇഷ്ടമായി. ഞാൻ ഇന്നലെ എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കോൾ വന്നിട്ട് ഇതിൻ്റെ പോലൊരു പരിപാടി ഉണ്ട്, നീ പെട്ടെന്ന് ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാട്ടോ വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് കിട്ടിയ ഒരു ബെസ്റ്റ് സ്റ്റേജാണ്. താങ്ക് യു കുട്ടിയെ എനിക്ക് സ്റ്റേജ് തന്നത്. ഞാൻ ഫരീദൊക്കെ പറഞ്ഞ ആങ്കറിനെ വേണമെന്ന് പറഞ്ഞ് ഞാൻ കുറേ പേരെ നോക്കി. അപ്പോഴത്തേക്കും ഞാൻ ഇവളിവിടെ കിടക്കുമ്പോൾ ഞാനിതിനെ വേറെ തപ്പണമെന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് വിളിച്ച് ഇന്നലെ പച്ചപ്പത്തേക്ക് ഇങ്ങനെ എന്തായിരുന്നു എല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ അവൾ വന്ന് സെറ്റാക്കി വരല്ലേ. ഹാപ്പി എന്ന് വെച്ചാൽ ഇതുപോലൊരു സ്റ്റേജ്. കാർത്തിക് സൂര്യ ഒരു യൂട്യൂബർ ആയിട്ടാണല്ലോ അതും തുടങ്ങിയത്. അപ്പൊ നമ്മള് ഇതുപോലെ ഇപ്പൊ ആങ്കറാണ്. അപ്പൊ അങ്ങനെ ഒരാളുടെ കൂടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഞാൻ വിറച്ച സംസാരിക്കുന്നത് പുറത്ത് കാണിക്കാതെ കൂളായിട്ട് ഹാപ്പി. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ നോക്കുന്നത്. ഇവക്കൊരു എന്താ പറയാ, എന്തോ ചോദിച്ചപ്പോ നിന്റെ സംഭവം എനിക്ക് മൈൻഡ് വന്നത്. ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ നിന്നെ വിളിച്ചു. അപ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഫിക്സ് ആക്കണ കാര്യത്തിൽ അങ്ങനെ അവസാനം സെറ്റായി, വിളിച്ച് വന്നവള് പൊളിച്ചടിക്ക്. അതാണ് ഇനി ഇനി ഇവളെ പറഞ്ഞു വിട്ടൊക്കെ വരാം. ഞാൻ പോട്ടെ, എനിക്കിനി പോണം, എനിക്കിനി കോതമംഗലത്ത് പോണം. എന്റെ ബസ്സും പോയി, എല്ലാം പോയി. എന്നെ മിക്കാറും ഞാൻ ഇനി എങ്ങനെ ഇവിടെ കിടക്കേണ്ടി വരും. കുഴപ്പമൊന്നുമില്ല, ഇവിടെ ആവശ്യമില്ല. ഓക്കെ, ഇവിടെ പറഞ്ഞു തരാം. ബൈ. നോക്കിയേ മറ്റേ ജെല്ല് വെച്ചിരിക്കണം ബാക്കിൽ ഒരുത്തിന്റെ. നോക്ക് എന്താ ബാക്കി വെച്ചിരിക്കണേ, എന്താടാ ബാക്കി വെച്ചിരിക്കണേ അല്ലടാ ബാക്കി വെച്ചിട്ടില്ലേ? ബാക്കി വെച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു പെൺതരം കൊണ്ട് ആൺതരം കറങ്ങാൻ അങ്ങനെ ഇന്നത്തെ ഭക്ഷണമായി കഴിക്കുന്ന രാവിലെ ലൈം ജ്യൂസിന്റെ പപ്സും കഴിച്ചിട്ട് ഇതിനാ നിൽക്കുന്നത്. യുവമാർക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കഴിച്ചിട്ട് വരാം, ക്ഷമയില്ല എനിക്ക്. അയ്യോ, അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും ഇൻഫിനിറ്റി തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. പരിപാടികളെല്ലാം കഴിഞ്ഞ് ആളുമാരോ ഒഴിഞ്ഞ് 4 പേര് മാത്രം, 4-5 പേര് മാത്രം ബാക്കി. ആളുമാരോ ഒഴിഞ്ഞ് ഇവൻ്റെ വരെ അവരുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യേണ്ടി പോകുന്നുണ്ട്. അയ്യോ, അങ്ങനെ ഇൻഫിനിറ്റിയുടെ ഓപ്പണായി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.